സോ ഹലോ ഓൾ, നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ തേർഡ് ഇയർ ബികോം, അതായത് ജനറൽ എന്ന് പറയുന്ന സ്ട്രീമിലുള്ള ബികോം ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ തേർഡ് ഇയർ സിലബസിന്റെ ഡീകോഡിംഗ് ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ലേൺ വൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യണ 8th സീസൺ ഓഫ് ഓറിയന്റേഷന്റെ പാർട്ടായിട്ടാണ് നമ്മൾ സിലബസ് ഡീകോഡിംഗ് ചെയ്യണത്. നമ്മുടെ ഈ ഒരു പ്രാവശ്യത്തെ നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. ഡിസ്കവർ എന്നുള്ള ഫേസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ലേൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി തേർഡ് ഇയർ ബികോം സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ ഓൾറെഡി ലേൺ എന്ന് പറയുന്ന ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എൻഡിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതാണ് നമ്മളൊരു ഫൈനൽ ഗോൾ എന്ന് പറയുന്നത്. ചിലർക്ക് പലരും പ്രൊഫഷണലി ഇന്ന കാര്യങ്ങളാവണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ആവുമല്ലോ നിങ്ങളുടെ മനസ്സിൽ. ഇപ്പൊ നിങ്ങളൊരു തേർഡ് ഇയർ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണിയിലോട്ട് നിങ്ങളെ ലീഡ് ചെയ്യാണ് ലേൺ വൈസ് ചെയ്യുന്നത്. ഓക്കെ, ആസ് പാർട്ട് ഓഫ് ദിസ് സെഷൻ നമുക്ക് നമ്മുടെ തേർഡ് ഇയറിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങളുടെ 5th സെമ്മിന്റെ 6th സെമ്മിന്റെ പാർട്ടായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മുടെ ബേസിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബികോം ഓഫർ ചെയ്യുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് അണ്ടർ ഇഗ്നോന്റെ ഇതില്. നിങ്ങളുടെ കോഴ്സിന്റെ കോഡ് ഓൾറെഡി അറിയുന്നുണ്ടാവും. ബികോം ജി ആണ്. എലിജിബിലിറ്റി 10th or 12th ഈക്വലൻസി ആണ് നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പേപ്പറിനും നമ്മൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഹിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറിംഗ് ടൂൾ ആയിട്ടാണ് നമ്മൾ ക്രെഡിറ്റിനെ യൂസ് ചെയ്യുന്നത്. ഒരു ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 hours ഓഫ് സ്റ്റഡി എന്നാണ് മീൻ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം പല പേപ്പറും 6 credits 4 credits എന്നൊക്കെ സൈഡിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 6 ക്രെഡിറ്റ് പേപ്പറിന് നിങ്ങൾ 30 into 6 എന്നുള്ള നിലയ്ക്ക് 180 hours നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. ഈച്ച് കോഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. അത് ഓൾറെഡി അറിയാം. ബ്ലോക്സും യൂണിറ്റ്സും ആയിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സ്, യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് ടോപ്പിക്സ് വിത്തിൻ ദ ചാപ്റ്റർ ആണ്. പ്രോഗ്രാം ഡ്യൂറേഷൻ 4 years. അതിപ്പോ ബികോം എഫ് എന്ന് പറയുന്ന കോഴ്സ് വന്നപ്പോൾ 4 years ആയിട്ടുണ്ട്. ബികോം ജിയുടെ കേസിൽ 3 years തന്നെയാണ് കേട്ടോ ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് കോഴ്സ് ഓവർവ്യൂ നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് 5 ടൈപ്പ് ഓഫ് കോഴ്സുകളാണ് നിങ്ങൾക്ക് ടോട്ടലി പഠിക്കാനുള്ളത്. കോർ കോഴ്സസ് ഉണ്ട്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ഉണ്ട്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഉണ്ട്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് ആൻഡ് ജനറൽ എലക്ടീവ്സും ഉണ്ട്. ഈ പല കോഴ്സുകളും നിങ്ങൾക്ക് പല പല സെമസ്റ്റേഴ്സിലായിട്ട് ഡിഫറെന്റ് രീതിയിലാണ് ഒരു കോമ്പോസിഷൻ യൂണിവേഴ്സിറ്റി അത് ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മള് 5th സെമ്മിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടോട്ടലി 4, 5th ഉം 6th ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിൽ 5th സെമ്മിൽ നിങ്ങൾക്ക് ടോട്ടലി പഠിക്കാനുള്ളത് 4 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. അതൊരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ്. അടുത്തത് BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സെയിം ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് തന്നെയാണ്. അടുത്തത് BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. അതൊരു ജനറൽ ഇലക്ടീവ് കാറ്റഗറിയിൽ വരുന്ന കോഴ്സ് ആണ്. അടുത്തത് BCOS 185 എന്റർപ്രണർഷിപ്പ്. അതൊരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ടോട്ടലി 22 ക്രെഡിറ്റ്സിനുള്ള പേപ്പറാണ് നിങ്ങൾ 5th സെമ്മിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടോട്ടലി നിങ്ങൾക്ക് 6 ബ്ലോക്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1ന്റെ പേര് വരുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ആ ബ്ലോക്ക് 1ൽ തന്നെ 4 യൂണിറ്റ്സും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ. അതിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. സെക്കൻഡ് വൺ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, തേർഡ് വൺ മാർക്കറ്റ്സ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ഫോർത്ത് വൺ കൺസ്യൂമർ ബിഹേവിയർ. ബ്ലോക്ക് 2ലോട്ട് വരുന്ന സമയത്ത് ബ്ലോക്ക് 2ന്റെ പേര് വരുന്നത് പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് അല്ലേ ഡീൽ ചെയ്യണം. അപ്പൊ അതിന്റെ അത് റിലേറ്റഡ് ബ്ലോക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സെക്കൻഡ് ബ്ലോക്കിൽ നിങ്ങൾക്ക് 3 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. പ്രൊഡക്റ്റ് കൺസെപ്റ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് തുടങ്ങിയിട്ടുള്ള 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.
പിന്നെ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് പ്രൈസിംഗ് ആണ് ബ്ലോക്ക് 3 പേര് വരുന്നത്. അതിൽ തന്നെ 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ്, ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസസ്, റെഗുലേഷൻ ഓഫ് പ്രൈസസ് തുടങ്ങിയിട്ടുള്ള 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ബ്ലോക്ക് 4 പേര് വരുന്നത്. അതിലും നിങ്ങൾക്ക് 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 1, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 2 ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ആദ്യം പറഞ്ഞ പോലെ തന്നെ 5 ബ്ലോക്ക് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും 5ാമത്തെ ബ്ലോക്കിന്റെ പേര് വരുന്നത് പ്രൊമോഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. പ്രൊമോഷൻ മിക്സ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി. ഇത്ര അടങ്ങിയതാണ് BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്യൂർലി തിയറി പേപ്പർ ആണ് കേട്ടോ. അടുത്ത ബ്ലോക്ക് 6 വരുന്ന സമയത്ത് സർവീസസ് മാർക്കറ്റിംഗ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ബ്ലോക്ക് ആണ്. 4 യൂണിറ്റ്സ് വരുന്നത് സർവീസസ് മാർക്കറ്റിംഗ്, റൂറൽ മാർക്കറ്റിംഗ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് 1, എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് 2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 4 യൂണിറ്റ്സ് ആണ് അതിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഒരു പ്രോബ്ലം പേപ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഇൻ ടോട്ടൽ 5 ബ്ലോക്ക് ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ, സെക്കൻഡ് വൺ ടൈം വാല്യൂ ഓഫ് മണി, തേർഡ് വൺ സോഴ്സസ് ഓഫ് ഫിനാൻസ് ആൻഡ് ഫോർത്ത് വൺ റിസ്ക് ആൻഡ് റിട്ടേൺ. ടൈം വാല്യൂ ഓഫ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് 10 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു സാധനം നമുക്ക് നാളെ 10 രൂപയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ 4 യൂണിറ്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അങ്ങനെ ബ്ലോക്ക് 2 നിങ്ങൾക്ക് 4 ചെയ്യാവോ ഫൗസിയ? അടുത്തത് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ഫിനാൻസിംഗ് ഡിസിഷൻ ആണ് ബ്ലോക്ക് 3 പേര് വരുന്നത്. 4 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ആൻഡ് ലാസ്റ്റ് വൺ ലിവറേജ്, ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. കുറച്ച് ഫോർമുലാസും കാര്യങ്ങളൊക്കെ ആവും ഉണ്ടാവുക. നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ് 4 യൂണിറ്റ്സ്. അതില് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഡിവിഡൻസ് ആൻഡ് ഓവർവ്യൂ, സെക്കൻഡ് വൺ ഡിവിഡൻഡ് തിയറീസ് 1 ആൻഡ് തേർഡ് വൺ ഡിവിഡൻഡ് തിയറീസ് 2 ആൻഡ് ഫോർത്ത് വൺ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. അങ്ങനെ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ അടുത്തായിട്ട് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 5 വരുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ, ക്യാഷ് മാനേജ്മെന്റ്, റിസീവബിൾസ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്. എല്ലാം തന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഏരിയാസ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകളും ലൈവ് ഒക്കെ വരുമ്പോൾ പഠിച്ചെടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അടുത്ത് നമ്മൾ 3ാമത്തെ സബ്ജക്റ്റിലോട്ടാണ് കിടക്കുന്നത്. BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഒരു തിയറി പേപ്പർ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ ടോട്ടലി 5 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആൻഡ് ബേസിക് കൺസെപ്റ്റ് ആണ്. അതിൽ 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റംസും സെക്കൻഡ് വൺ ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ഫ്രെയിം വർക്കും ആണ് വരുന്നത്. സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ദ ഡിമാൻഡ് തിയറി. 6 യൂണിറ്റ്സ് ഉണ്ട് ഇതിൽ പഠിക്കാൻ. കൺസ്യൂമർ ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ആപ്ലിക്കേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഈക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 6 യൂണിറ്റ്സ് വരുന്നുണ്ട്. ലാസ്റ്റ് വൺ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള 6 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. പല പേരും നിങ്ങൾക്ക് ഫെമിലിയർ ആവും. നമുക്ക് 12th ഒക്കെ കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ഇതിൽ പല ടേംസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ബ്ലോക്ക് 3 പേര് വരുന്നത് തിയറി ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതിൽ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 ആൻഡ് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കർവ്സ് എന്ന് പറയുന്ന 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇത് ബ്ലോക്ക് 4 വരുന്ന സമയത്ത് പേര് വരുന്നത് തിയറി ഓഫ് പ്രൈസ് ആണ്. 5 യൂണിറ്റ്സ് ഇതിന് പഠിക്കാനുണ്ട്. ഇക്വിലിബ്രിയം, കൺസെപ്റ്റ്സ് ആൻഡ് കണ്ടീഷൻസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ,
ആൻഡ് ഒലിഗോപോളി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൽവേ ഒക്കെ ഒരു മോണോപോളിയാണ്. കാരണം ഇന്ത്യയിൽ റെയിൽവേ ഫംഗ്ഷൻ ചെയ്യണത് വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇതും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള മോണോപോളി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്, ആ ഒരു സപ്ലയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഏരിയാസ് ആണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് പഠിക്കാം. ബ്ലോക്ക് 5 വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫാക്ടർ മാർക്കറ്റ്സ്, ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം 1, വേജസ് ആൻഡ് ഇൻട്രസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം 2, റെന്റ് ആൻഡ് പ്രോഫിറ്റ് തുടങ്ങിയുള്ള 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് നമുക്ക് 6th സെമ്മിൽ പഠിക്കാനുള്ള ലാസ്റ്റത്തെ സബ്ജക്ട് ആണ് BCOS 185 ഓണ്ടർപ്രണർഷിപ്പ്. നിങ്ങൾക്ക് ഇപ്പൊ ലൈവ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റിന്റെ ബേസിലാണ്. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ടോട്ടലി 4 ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 entrepreneurship perspective 4 units വരുന്നുണ്ട്. First one, an introduction to entrepreneurship. Second one, entrepreneurial ecosystem. And third one, dimensions of entrepreneurship. And fourth one, entrepreneurs competencies. തുടങ്ങിയിട്ടുള്ള 4 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് പേര് വരുന്നത് ബിസിനസ് ഐഡിയ സെലക്ഷൻ ആൻഡ് ഫീസിബിലിറ്റി. 5 യൂണിറ്റ്സ് ഇതിൽ പഠിക്കാനുണ്ട്. ഒരു തിയറി പേപ്പർ ആണ് കേട്ടോ. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ, മാർക്കറ്റ് റിസർച്ച്, ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ, ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റി, ബിസിനസ് പ്ലാൻ ഇംപ്ലിമെന്റേഷൻ തുടങ്ങിയിട്ടുള്ള 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അടുത്തത് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് പേര് വരുന്നത് മൊബിലൈസിംഗ് റിസോഴ്സസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. അതിൽ 3 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സ്, മൊബിലൈസിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് മൊബിലൈസിംഗ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് തുടങ്ങിയിട്ടുള്ള 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബ്ലോക്ക് 3 പഠിക്കാനുള്ളത്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ബ്ലോക്ക് 4 പേര് വരുന്നത് എന്റർപ്രണർഷിപ്പ് ആൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSMEs എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. 3 യൂണിറ്റ്സ് വരുന്നുണ്ട്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് MSMEs, ഫാമിലി ബിസിനസ്സസ് ഇൻ ഇന്ത്യ ആൻഡ് സക്സസ് സ്റ്റോറീസ് തുടങ്ങിയിട്ടുള്ള 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബേസിക്കലി പഠിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോ ഇതോടുകൂടെ നമുക്ക് 5th സെമ്മിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല നെക്സ്റ്റ് 6th സെം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സെമ്മിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലുള്ള മെന്റർ ആയിട്ടുള്ള സാൻഡ്ര മാമിനെ ഇൻവൈറ്റ് ചെയ്യും. ഓവർ ടു യു മാം. താങ്ക് യു അശ്വതി മാം. അപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മള് അശ്വതി മാം നിങ്ങൾക്ക് 5th സെമ്മിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ നമ്മൾ 5th സെമ്മിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ കണ്ടു. അപ്പം ഞാൻ ഇനിയും 6th സെമ്മിൻ്റെത് ഒന്ന് ഷെയർ ചെയ്യാം. 1 സെക്കൻഡ്. തേർഡ് ഇയറിൽ നമുക്ക് 2 സെമസ്റ്റേഴ്സ് ആണ് വരുന്നത്, 5th സെമസ്റ്ററും 6th സെമസ്റ്ററും. അപ്പോൾ 5th സെമസ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് 6th സെമസ്റ്ററിലെ കാര്യങ്ങളാണ്. 6th സെമസ്റ്ററിലെ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇനി ബാക്കി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറയുന്നത്. അതിൽ 6th സെം അതുപോലെ തന്നെ അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 6th സെം ഇനി നെക്സ്റ്റ് വരുന്നതായതുകൊണ്ട് ജസ്റ്റ് ഞാൻ ബ്ലോക്കും അതുപോലെ തന്നെ യൂണിറ്റ്സ് ഉണ്ടെന്ന് മാത്രമേ അതിനകത്ത് ഒരു ബ്രീഫ് ഒരു എക്സ്പ്ലനേഷൻ പോലെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ് നമുക്ക് 6th സെമ്മിൽ പഠിക്കാനുള്ള ഫസ്റ്റ് സബ്ജക്ട് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, BCOE 142. ബേസിക്കലി ഒരു പ്രോബ്ലം പേപ്പർ ആണ്. നമുക്ക് പ്രോബ്ലംസ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തുണ്ട്. അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. അതിൽ 5 ബ്ലോക്കുകളാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ബേസിക് ടെക്നിക്സ്. അതിനകത്ത് 4 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് വരുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ബ്ലോക്ക് 1 4 യൂണിറ്റ്സിലൂടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പൊ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ബഡ്ജറ്ററി കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ബഡ്ജറ്റിംഗും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള 4 യൂണിറ്റ്സ് ആണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ബഡ്ജറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബഡ്ജറ്ററി കൺട്രോളിനെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് നമ്മൾ നെക്സ്റ്റ് 4 യൂണിറ്റ്സിലായിട്ട് പഠിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. ഇതിനകത്താണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ കോസ്റ്റിങ്ങിന്റെ പ്രോസസ് എന്തൊക്കെയാണ്, കോസ്റ്റിംഗ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതും വേരിയൻസ് അനാലിസിസിനെ കുറിച്ചുള്ളതുമാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ ബേസ് ചെയ്തും വേരിയസ് അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ടും എല്ലാം 4 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് ബ്ലോക്ക് 4 മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അതിൽ നമുക്ക് 2 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. മാർജിനൽ കോസ്റ്റിംഗിനെ കുറിച്ചും അതുപോലെ തന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചും. കോസ്റ്റ് നമുക്കറിയാം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ആ കോസ്റ്റും വോളിയവും എല്ലാം കൂടെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു അൾട്ടിമേറ്റ് എയിമിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 2 യൂണിറ്റ്സിൽ നിന്ന് പഠിക്കുന്നത്. ലാസ്റ്റ് ബ്ലോക്കാണ് ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, ആ ഒരു ഡിസിഷൻ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് കൊണ്ട് മാനേജ്മെന്റിനെ എങ്ങനെയൊക്കെ അത് അഫക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 5 ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 5 ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടിൽ ബ്ലോക്ക് 1 to 5 ആണ് വരുന്നത്. 5 ബ്ലോക്കുകൾ വരുന്നുണ്ട്. 5 ബ്ലോക്കുകളിലെ യൂണിറ്റ്സ് നമ്മൾ വിശദമായിട്ട് തന്നെ ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. BCOE 144 എന്നുള്ളതാണ് അതിന്റെ കോഡ് വരുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് 6 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഓഫീസ്, ഒരു ഓഫീസിന്റെ ഇൻട്രൊഡക്ഷൻ, ഒരു ഓഫീസിൽ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സുകൾ മുമ്പോട്ട് പോകുന്നത്, ഒരു ഓഫീസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതും ഓഫീസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനുമാണ് നമ്മൾ ബ്ലോക്ക് 1 പഠിക്കുന്നത്. അതിൽ ടോട്ടൽ 3 യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ഓഫീസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഓഫീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 3 യൂണിറ്റുകളാണ് നമുക്ക് ബ്ലോക്ക് 1 പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 2 ആണ് ഓഫീസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. നമ്മളൊരു ഓഫീസ് നടത്തിക്കൊണ്ട് പോകുന്നതിൽ മാത്രമല്ലല്ലോ കാര്യം, അത് പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഓഫീസ് ഓർഗനൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചുള്ള 3 യൂണിറ്റ്സ് ആണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 ഫയലിംഗ്, ഇൻഡെക്സിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ഫയലിംഗിനെ കുറിച്ച്, അതായത് നമ്മൾ ഒരു ഓഫീസിൽ ഫയൽസ് നമ്മൾ എടുത്ത് വെക്കുന്നതും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യുന്നതും അത് ഇൻഡെക്സിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്, പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് എന്തൊക്കെ പ്രോസസ്സുകളാണ് വരുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. ടോട്ടൽ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് 3 പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 4 ആണ് മെയിലിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോംസ് യൂസ്ഡ് ഇൻ ഓഫീസ്. നമുക്കറിയാം നമ്മളുടെയൊക്കെ നമ്മൾ ഗവൺമെന്റ് ഓഫീസസിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ഓഫീസസിലൊക്കെ ആണെങ്കിലും പോകുമ്പോഴത്തേക്കിന് അവർക്ക് അവരുടേതായ കുറെ സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ചിലപ്പോൾ മെയിലിംഗ് പ്രൊസീജിയേഴ്സ് കാണാം, അതുപോലെ തന്നെ ചില ഫോമുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ ആ മെയിലിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് മെയിൽ അയക്കുന്നത്, അങ്ങനെ ആ മെയിലിംഗ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഒരു ഓഫീസിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോംസിനെ കുറിച്ചുമാണ് നമ്മൾ ബ്ലോക്ക് 4 പഠിക്കുന്നത്. ബ്ലോക്ക് 4 ടോട്ടൽ നമുക്ക് 3 യൂണിറ്റ്സും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 5 ആണ് മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ് ആൻഡ് സിസ്റ്റംസ്. നമ്മൾ പണ്ട് കാലത്ത് ഓഫീസുകളിൽ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ പണ്ട് കാലത്തെ സിസ്റ്റമോ ഒന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മോഡേൺ ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓഫീസ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഓഫീസ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ബ്ലോക്ക് 5 നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൽ ടോട്ടൽ 3 യൂണിറ്റ്സ് ഉണ്ട്. ഈ മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സിനെ കുറിച്ചും സിസ്റ്റത്തിനെ കുറിച്ചും പഠിക്കുന്ന 3 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 5 വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് 6 ബഡ്ജറ്റ്, ഓഡിറ്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. അതിൽ ടോട്ടൽ നമുക്ക് 6 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഒരു ഓഫീസിനെ സംബന്ധിച്ച് അതിന്റെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം ആ 3 കാര്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ബിസിനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 6 യൂണിറ്റ്സ് ആണ് നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ സെക്കൻഡ് സബ്ജക്ട് വരുന്നത് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ്. BCOE 144. ടോട്ടൽ 6 ബ്ലോക്കുകളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. BCOS 186. പേഴ്സണൽ സെല്ലിംഗും സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് 4 ബ്ലോക്കുകളാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്. പേഴ്സണൽ സെല്ലിംഗ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ വഴികൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുവന്നത്, സെയിൽസ് മാനേജ്മെന്റിനെ കുറിച്ചുമാണ് ബ്ലോക്ക് 1 നമ്മൾ പഠിക്കുന്നത്. ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് ആണ് ബൈയിങ് മോട്ടീവ്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ. അതായത് ഇപ്പം കൺസ്യൂമേഴ്സിന്റെ ഇഷ്ടമാണ് അവർ എന്ത് സാധനം പർച്ചേസ് ചെയ്യണം, പർച്ചേസ് ചെയ്യേണ്ട എന്നുള്ളത്
അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അവരെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മോട്ടീവ്സ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സെയിൽസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 2-നകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ടോട്ടൽ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ബൈയിങ് മോട്ടീവ്സ് അതുപോലെ തന്നെ സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ ആണ് ബ്ലോക്ക് 2-നകത്ത് വരുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 3-ൽ സെല്ലിംഗ് പ്രോസസ്സ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്, ആ സെല്ലിങ്ങിനകത്ത് എന്തൊക്കെ പ്രോസസ്സുകളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 3-ൽ പഠിക്കുന്നത്. അതിനകത്ത് 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സെല്ലിംഗ് പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4-ൽ സെയിൽസ് റിപ്പോർട്ട്, എത്തിക്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജ്മെന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ സെയിൽസ് എങ്ങനെയൊക്കെ നടന്നു, എത്ര എമൗണ്ടിൽ നടന്നു എന്നുള്ളതൊക്കെ റിപ്പോർട്ട്സ് തയ്യാറാക്കുന്നതും, അതുപോലെ തന്നെ എത്തിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ സെയിൽസ് ഫീൽഡിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെയിൽസ് ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാനുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുമാണ് നമ്മൾ ബ്ലോക്ക് 4-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സെയിൽസ് റിപ്പോർട്ടിനെ കുറിച്ചും എത്തിക്സിനെ കുറിച്ചും കരിയർ ഓപ്പർച്യൂണിറ്റീസിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള 4 യൂണിറ്റ്സ്. അപ്പം നമ്മളുടെ 3-മത്തെ സബ്ജക്ട് ആയിരുന്നു പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, BCOS 186. ഓക്കെ, അങ്ങനെ നമ്മുടെ 6th സെമ്മിലെ ലാസ്റ്റ് സബ്ജക്ട് ആണ് ഇന്ത്യൻ ഇക്കോണമി, BCOG 172. നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് 7 ബ്ലോക്കുകൾ പഠിക്കാനുണ്ട്. നമുക്ക് തിയറി പേപ്പർ തന്നെയാണ് വരുന്നത്. 7 ബ്ലോക്കുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ്, കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ്. എക്കണോമിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയാണ് ഓരോ ഇതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് എന്തൊക്കെ മെഷേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 1-ൽ പഠിക്കുന്നത്. ബ്ലോക്ക് 1-ൽ ഈ എക്കണോമിക് ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2-നകത്ത് ഡിറ്റർമിനൻസ് ഓഫ് ഗ്രോത്ത്. നമ്മൾ ചുമ്മാ ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ആ ഗ്രോത്തിന് എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 2-നകത്ത് പഠിക്കുന്നത്. ബ്ലോക്ക് 2-ൽ ടോട്ടൽ 3 യൂണിറ്റ്സ് ഉണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ ഡിറ്റർമിനൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 2-ൽ പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ എക്കോണമി. നമുക്കറിയാം ഇന്ത്യൻ ഇക്കോണമി വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും എന്താണ്, ചില ഇഷ്യൂസുകളും ഉണ്ട്, ചില എമർജിങ് ഇഷ്യൂസുകളുണ്ട്. ആ ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ബ്ലോക്ക് 3-ൽ പഠിക്കുന്നത്. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ടറൽ ഡെവലപ്മെന്റ് 1. നമുക്ക് സെക്ടേഴ്സിൽ പല സെക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടേഴ്സ്, അങ്ങനെ പല സെക്ടേഴ്സ് നമുക്കുണ്ട്. ആ സെക്ടേഴ്സിന്റെ ഒക്കെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 4-ൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യയിൽ ഇപ്പം പ്രിവെയിലിംഗ് ആയിട്ടുള്ളതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. ആ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 4-ൽ പഠിക്കുന്നത്. ടോട്ടൽ 3 യൂണിറ്റ്സിലായിട്ട് അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 5-ലും സെയിം സെക്ടറൽ ഡെവലപ്മെന്റ് 2 ആണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ സെക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടാമത്തെ സെക്ടറാണ് ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറും. അപ്പൊ ആ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ സർവീസസ് സെക്ടറിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ബ്ലോക്ക് 5-ൽ പഠിക്കുന്നത്. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 6 ആണ്. ബ്ലോക്ക് 6-ലെ എക്സ്റ്റേണൽ സെക്ടർ ഓഫ് ഇന്ത്യൻ എക്കോണമി. നമ്മളുടെ സെക്ടറൽ ഡെവലപ്മെന്റ് മാത്രമല്ല, ഇന്റേണൽ സെക്ടർ മാത്രമല്ലാതെ നമ്മൾ എന്തിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, എക്സ്റ്റേണൽ സെക്ടറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമിയിൽ എക്സ്റ്റേണൽ ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെ സെക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ബ്ലോക്ക് 6-ൽ പഠിക്കുന്നു. ടോട്ടൽ 3 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 6-ൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 7 ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ്. ആ ഫിസ്ക്കൽ പോളിസിയെ കുറിച്ചും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയെ കുറിച്ചുമുള്ള 3 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 7-ൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇപ്പം നമ്മുടെ സെമസ്റ്റർ 6-ൽ നമുക്ക് പഠിക്കാനുള്ളത് 4 സബ്ജക്റ്റ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്, BCOE 142, ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്, BCOE 144, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, BCOS 186, ഇന്ത്യൻ ഇക്കോണമി, BCOG 172. അങ്ങനെ 4 സബ്ജക്ട്സ് ആണ് നമുക്ക് 6th സെമ്മിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്.
ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മളുടെ ഇഗ്നോയിൽ എങ്ങനെയാണ് ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്: അസൈൻമെന്റ്സ്, ടേം ആൻഡ് എക്സാമിനേഷൻ, ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം. ഓക്കെ, അസൈൻമെന്റ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും വെച്ചിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. നമ്മൾ യൂഷ്വലി നമുക്ക് അസൈൻമെന്റ് കിട്ടുന്നത് നമ്മുടെ അലോട്ടഡ് ഏത് സ്റ്റഡി സെന്റർ ആണോ ആ സ്റ്റഡി സെന്ററിലെ ഡ്യൂ ഡേറ്റിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അസൈൻമെന്റ്സ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്: ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നത്. അത് നമ്മുടെ മാർക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത് ആൻസേഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ്സ് എഴുതി കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ജസ്റ്റ് ഒരു കോപ്പി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫോണിനകത്തൊരു ഫോട്ടോ എടുത്ത് വെക്കുക ചെയ്യുക. നമ്മൾക്ക് ഫ്യൂച്ചറിൽ അത് പഠിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഒരു റെക്കോർഡായിട്ട് നമുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു അക്നോളജ്മെന്റ് റെസീപ്റ്റ്, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്ന് നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് അക്നോളജ്മെന്റ് റെസീപ്റ്റ് മേടിച്ചു വെക്കുക. പിന്നെ നമുക്ക് നമ്മുടെ അസൈൻമെന്റ് നമ്മൾ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഇഗ്നോയുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് നമുക്ക് അസൈൻമെന്റ് തിരിച്ചു മേടിക്കാം. അതിനെ നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അസൈൻമെന്റ് പാസ് ആകാൻ വേണ്ടിയിട്ട് 35% മാർക്കാണ് വേണ്ടത്. നമ്മുടെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അസൈൻമെന്റ് പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് 35% മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പുതിയതായിട്ട് അടുത്ത അക്കാഡമിക് സെഷൻ വരുമ്പോഴത്തേക്കിന് പുതിയത് ഏതാണോ അസൈൻമെന്റ് വരുന്നത് ആ അസൈൻമെന്റ് നമ്മൾ എഴുതി റീസബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്രയും കാര്യങ്ങൾ അസൈൻമെന്റ്സിനെ കുറിച്ചുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് റിവൈസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്നത് നമുക്ക് ജൂണിലും ഡിസംബറിലും ആയിട്ടാണ്. നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അസൈൻമെന്റിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷനെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഫോം ഫില്ല് ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ഡേറ്റ് പറയുന്നത് ജൂണിൽ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ 31 മാർച്ചിനുള്ളിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക. അതല്ല ഡിസംബറിൽ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ 30th സെപ്റ്റംബറിനുള്ളിൽ കൊണ്ടുവന്ന് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യും. ഇതൊരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. 35%ലും കുറവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത 6 വർഷത്തിനുള്ളിൽ, അതായത് നമുക്ക് ടോട്ടൽ നമ്മൾ പറയാം ഈ എലിജിബിലിറ്റി വരുന്നത് 3 ഇയേഴ്സ് ആണ്. മാക്സിമം 6 ഇയേഴ്സ് വരെ നമുക്ക് ടൈം കിട്ടും. ആ 6 ഇയേഴ്സിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഅപ്പിയർ ചെയ്തിട്ട് ആ എക്സാം എഴുതിയെടുക്കാൻ ചെയ്യാം. 35%ൽ കുറവാണ് മാർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പൊ അതാണ് ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് വരുന്നത്. അതിന് 2 കാര്യങ്ങളാണ് വരുന്നത്: ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ. ഫൈനൽ റിസൾട്ട്സ് അവരിടുന്നത് നമ്മളുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റിന്റെ 30%, അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന്റെ 70% മാർക്ക് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റിന്റെ 30%, ടേം ആൻഡ് എക്സാമിനേഷന്റെ 70% ഇൻക്ലൂഡ് ചെയ്തിട്ട് ആയിരിക്കും. പിന്നെ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സിനും വരുന്നത്. അതിൽ നമുക്ക് 60% ആൻഡ് എബവ് ആണെന്നുണ്ടെങ്കിൽ, 60%ലും അതിനും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിവിഷൻ ആയിരിക്കും വരുന്നത്. 50% to 59.9% ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഡിവിഷൻ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 40% to 49.9% ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഡിവിഷൻ ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ ബിലോ 40% ആണെന്നുണ്ടെങ്കിൽ അൺസക്സസ്ഫുൾ എന്നും ആയിരിക്കും കാണിക്കുന്നത്. ആണ് നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റംസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ 5th സെമ്മിനെ കുറിച്ചും അതുപോലെ തന്നെ 6th സെമ്മിന്റെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റിന്റെ കാര്യങ്ങളും നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്കത് നമ്മുടെ പണ്ടത്തെ അതിന്റെ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ഒക്കെ മാർക്സ് ആഡ് ചെയ്തിട്ടാണ്?
എല്ലാം കൂടെ ടോട്ടല് ഫൈനൽ റിസൾട്ട് വരുന്നതാണ്. ടോട്ടൽ മാർക്സും കൂടെ വരുമ്പോഴത്തേക്കിന് 60% എബവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വരുമ്പോഴത്തേക്കിന് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് കാണും നമുക്ക് 60% അല്ലെങ്കിൽ 60% എബവ് ഉള്ളവർക്ക് ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ 50 to 59% ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡിവിഷൻ വരും. പിന്നെ 40 to 49% ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഡിവിഷൻ വരും. പിന്നെ നമ്മൾ 40%-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രം അൺസക്സസ്ഫുൾ എന്ന് കാണിക്കും. നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് പെർസെന്റേജിനനുസരിച്ച് സർട്ടിഫിക്കറ്റിനകത്തായിരിക്കും ഫസ്റ്റ് ഡിവിഷനും സെക്കൻഡ് ഡിവിഷനും തേർഡ് ഡിവിഷനും ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ സെഷനിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയും നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സസ് നല്ല ബെറ്റർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവുക. നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിച്ച അതേ എഫേർട്സോട് കൂടി തന്നെ നിങ്ങൾ തേർഡ് ഇയറിലും പഠിക്കുക. നമ്മളുടെ ലാസ്റ്റ് വർഷമാണ്. അപ്പം അതിനനുസരിച്ചുള്ള എഫേർട്സും കാര്യങ്ങളും നിങ്ങൾ ഒന്നും കൂടെ ഇടുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. താങ്ക് യു അശ്വതി മാം ആൻഡ് താങ്ക് യു ഓൾ.